ജൂതന്റെ അടിമയായിരുന്ന സൽമാനുർ ഫാരിസി എന്ന അനുചരനെ മോചിപ്പിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബി നട്ട തോട്ടം മദീനയിലാണ്. ഈ തോട്ടം നനയ്ക്കാനായി പ്രവാചകന്മാരും അനുചരന്മാരും ഉപയോഗിച്ച കിണർ ഇവിടെ വീണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളും ചരിത്രവുമാണ് ഇന്ന് ചരിത്രവഴിയിൽ. പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി. അഗ്നി ആരാധകനായിരുന്നു അദ്ദേഹം. പിന്നീട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ശേഷം പാതിരിമാരിൽ നിന്നാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് അറിയുന്നത്. ആ പ്രവാചകനെ കണ്ടെത്തി കൂടെ കഴിയണമെന്ന് മനസ്സിലാഗ്രഹിച്ച സൽമാൻ അറേബ്യയിൽ നിന്നുള്ള കച്ചവട സംഘത്തിന്റെ കൂടെ ചേർന്നു. എന്നാൽ അടിമച്ചന്തയിൽ വിൽക്കപ്പെടാനായിരുന്നു വിധി. ബനു ഖുറൈള ഗോത്രക്കാരനായ ഒരു ജൂതന്റെ അടിമയായി അങ്ങനെ യസ്രിബിലെ അഥവാ ഇന്നത്തെ മദീനയിലെത്തി. അതിനിടയിലാണ് മുഹമ്മദ് നബിയും അനുയായികളും മദീനയിലെത്തുന്നത്. വിവരം കേട്ടറിഞ്ഞ സൽമാൻ യജമാനനറിയാതെ മുഹമ്മദ് നബിയെ തേടി പുറപ്പെട്ടു. തിരുമുഖം കണ്ടു. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. അടിമയായിരുന്ന സൽമാനുൽ ഫാരിസിയെ സ്വതന്ത്രനാക്കാൻ ജൂതനായ യജമാനൻ ആവശ്യപ്പെട്ടത് 300 ഈന്തപ്പനകൾ നട്ട തോട്ടം. അത് നിർമ്മിച്ചു നൽകാമെന്ന് പ്രവാചകൻ വാക്കു നൽകി. തോട്ടത്തിലേക്കുള്ള 300 തൈകളും നട്ടത് മുഹമ്മദ് നബിയും അനുചരന്മാരും ചേർന്നാണ്. ഇതിനടുത്തുള്ള ഈ കിണറിൽ നിന്നാണ് പ്രവാചകൻ തോട്ടത്തിലേക്കുള്ള വെള്ളം എത്തിച്ചത്. പിൽക്കാലത്ത് മദീനയുടെ ഭരണം ഇസ്ലാമിനായതോടെ ഈ തോട്ടം വിശ്വാസികൾക്ക് സ്വന്തമായി. ഖലീഫമാരുടെ കാലമായപ്പോൾ മുസ്ലിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായെങ്കിലും സൽമാൻ ഈന്തപ്പന നാരുപിരിച്ച് കുട്ടയുണ്ടാക്കി ഉപജീവനം കഴിച്ചു. പിന്നീട് മദായിനിലെ ഗവർണറായി. ലളിത ജീവിതം അപ്പോഴും കൂടെയുണ്ടായിരുന്നു. ഇന്നും മദീനയിലെത്തുന്നവർക്ക് വിസ്മയം തീർത്ത് സൽമാന്റെ തോട്ടവും കിണറും കാണാം. സുന്ദരമായി സംരക്ഷിച്ചിരിക്കുകയാണ് സൗദി വഖഫ് ബോർഡ് നിലവിൽ ഈ പ്രദേശം. പൂന്തോട്ടവും നടപ്പാതയും ഇരിപ്പിടവുമായി സന്ദർശകരെ ആകർഷിക്കും വിധമാണ് ഇന്നിവിടം. അഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ചരിത്രം പറയുന്ന സൽമാനുൽ ഫാരിസിന്റെ സ്മരണ ഉണർത്തുന്ന കിണർ കൽപ്പടവിലും കാണുന്നത് റസൂലിന്റെ കാരുണ്യത്തിന്റെ കരുതൽ തന്നെയാണ്. മോചനത്തിന് ശേഷം നടന്ന ഹന്തക് യുദ്ധത്തിൽ കിടങ്ങ് തന്ത്രം മുന്നോട്ട് വെച്ച പ്രവാചകന്റെ അടുത്ത അനുയായി കൂടിയാണ് സൽമാനുൽ ഫാരിസി. മദീനയിൽ നിന്നും അഫ്താബ് റഹ്മാനൊപ്പം മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1.